ഗബ്രി ഇതാ ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു കയറുന്നു. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് CS റോക്കസ് എന്ന് പറഞ്ഞ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക കേട്ടോ. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 200 അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് പൊളിക്കുക. കാര്യത്തിലോട്ട് അടക്കം ഗബ്രി 96-ാം ദിവസം ബിഗ് ബോസ് വീട്ടിലോട്ട് റീ എൻട്രി ചെയ്യുന്നുണ്ട്. അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്ന വലിയൊരു കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങളടുത്ത് പറയാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ചുമ്മാ സ്കിപ്പ് ചെയ്ത പോലെ ഇത് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ തോന്നും, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കും. അത് ഉറപ്പാണ്. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാലും കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ജാസ്മിന്റെ ഫാമിലി, അച്ഛനും അമ്മയും അന്ന് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അഫ്സല് പുറത്തുണ്ട്, അഫ്സലാണ് ബൊമ്മയൊക്കെ തന്നുവിട്ടത്, കുഴപ്പമില്ല അവൻ കെട്ടുന്നത് ചെയ്യും, തെറ്റാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒതുക്കി സമാധാനത്തിലിരിക്കുന്ന ജാസ്മിന്റെ കുടുംബക്കാർക്ക് ജാസ്മിൻ അടുത്ത ബോംബ് എടുത്ത് എറിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ജിൻജോയിനോട് ഒരു കാര്യം ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭയങ്കര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഫേക്ക് ആയിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്, ഗെയിം മൈൻഡ് ആയിരുന്നു എല്ലാം, ആരെടുത്തും ഞാൻ കള്ളത്തരം കാണിച്ചില്ല എന്ന് പറയില്ല, എല്ലാവർക്കും കള്ളത്തരം കാണിച്ചിട്ട് ഗെയിം മൈൻഡാണ് മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഗബ്രിയോട് കാണിച്ച സ്നേഹം സത്യമാണ്, എന്റെ ഉള്ളിൽ നിന്ന് വന്നാണ്, അത് ഗെയിമിന്റെ ഇതല്ല, എന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സാധനം തന്നെയാണെന്നൊക്കെ വീണ്ടും സത്യം പറയുന്നു. നമ്മുടെ ജാസ്മിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അഫ്സലിന്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ ചുമ്മാ ലവ് സ്ട്രാറ്റജി പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ജാസ്മിൻ വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത്. എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഗബ്രിക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മീഡിയക്കാരും കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഗബ്രി പണ്ടാരടങ്ങി തന്നെ പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 96-ാം ദിവസം ബിഗ് ബോസ് വീട്ടിലോട്ട് ചെല്ലുന്ന ഗബ്രിയെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന ജാസ്മിനോട് ഗബ്രി എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാൻ ഞാനും ഉറ്റി നോക്കിയിരിക്കുകയാണ്. അത് എന്തൊക്കെ നടക്കും, ഗബ്രിക്ക് എന്തായാലും കാര്യം പുറത്തുനിന്ന് മനസ്സിലായി. അപ്പൊ ഗബ്രി എന്തായാലും നീ പ്രണയത്തിലോട്ടൊന്നും കിടക്കാൻ ചാൻസ് ഇല്ല, വെറും ഫ്രണ്ട് ആയിട്ട് തന്നെ വെക്കാനാണ് കൂടുതലും ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ സമയത്ത് ജാസ്മിൻ പ്രണയ സ്ട്രാറ്റജി തന്നെയാണല്ലോ നിൽക്കുന്നത്, അതേ പ്രണയത്തിന്റെ ആ മോഡലിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് വന്ന ഉടനെ ഐ ലവ് യു മറ്റേത് മറിച്ചതൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗബ്രി അവോയ്ഡ് ചെയ്ത് നടക്കുന്ന സീനൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് തന്നെയാണ് എല്ലാവരും ഉറ്റി നോക്കി നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ഇത് ജാസ്മിന്റെ കുടുംബക്കാരും ഫാമിലി മെമ്പേഴ്സും കുഴപ്പത്തിലോട്ട് വീണിട്ടുണ്ട്. ഈ ഒരു വാർത്ത അറിയുന്ന നമ്മുടെ ജാസ്മിൻ എന്തായിരിക്കും അവസ്ഥ? ജാസ്മിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിപ്പോ ഒന്ന് എല്ലാ തീ കത്തിക്കൊണ്ടിരുന്ന തീ ഒന്ന് അണഞ്ഞിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് തന്നെ പിന്നെ ഒരു തീ കത്തിച്ചു നമ്മുടെ ജാസ്മിൻ. അപ്പൊ ഗബ്രിയുടെ റീ എൻട്രി എന്തായാലും കലക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജാസ്മിന്റെ ഫാമിലി മെമ്പേഴ്സ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗബ്രി കൊടുത്ത മാല, ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗബ്രിയുടെ മുഖത്തടിച്ചൊരു ഫീല് തന്നെയാണ് യഥാർത്ഥത്തിൽ പറയുമ്പോൾ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഗബ്രി ജാസ്മിന്റെ പുറകെ പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഗബ്രിയുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, വേണ്ട എന്തിനിങ്ങനെ ആവശ്യമില്ല സൈബർ അറ്റാക്ക് മേടിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഗബ്രി എന്തായാലും മാറിയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ പണ്ടത്തെ അതേ മോഡലിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ജാസ്മിന് നല്ല രീതിയിൽ പണി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാക്ട് എന്തൊക്കെ നടക്കാൻ പോകുന്ന ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയവര് ഞാൻ പറഞ്ഞ ഇവിടം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് യെസ് എന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ എനിക്കറിയാലോ എത്ര പേര് ഞാൻ പറഞ്ഞ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട്, എത്ര പേരാണ് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ അതിനുവേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇത്ര എഫേർട്ട് എടുത്ത് സംസാരിച്ച് ഒരുപാട് ന്യൂസ് കളക്ട് ചെയ്തതിനൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക. അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. ഒരുപാട് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് ഈ ചാനൽ തരുന്നതായിരിക്കും. ലാസ്റ്റ് ടൈം റസ്മിൻ പോകുമെന്ന കാര്യം ഞാൻ 4 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പലവരും കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നാലും മിനിഞ്ഞാന്നൊക്കെ ഇട്ടവർക്ക് ഭയങ്കര റീച്ചും, ഞാൻ 3-4 ദിവസം മുമ്പ് ഇട്ട വീഡിയോക്ക് റീച്ച് കുറവുമാണ്. അപ്പോൾ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ്